സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിലെ 86 മുനിസിപ്പാലിറ്റികളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകൾ മേയറാകും. മേഘ മാധവൻ ആദ്യം എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം കോഴിക്കോട്ടെ മേയർ തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. മേയർ തെരഞ്ഞെടുപ്പ് ഇന്നാണ്. കോഴിക്കോട്ടെ വിശേഷങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കാം? മനു, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഇന്ന് രാവിലെ 10:30 മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും അധ്യക്ഷന്മാരെ ഇന്ന് തെരഞ്ഞെടുക്കും. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ ഒ സദാശിവനാണ്. കോഴിക്കോട് 9-ാം വാർഡ് തടമ്പാട്ട് താഴത്തിൽ നിന്നാണ് വാർഡ് കൗൺസിലറായി എത്തുന്നത്. അവിടെ നിന്നാണ് കോഴിക്കോടിൻ്റെ നഗരപിതാവ് എന്ന ചുമതലയിലേക്ക് കടക്കാൻ പോകുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ്. ഇന്ന് 10:30 കോഴിക്കോട് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തോടെ മനസ്സ് കടന്നു പോകുന്നത്? ഏത് രീതിയിലാണ്? ഇന്ന് പറഞ്ഞ പോലെ രാവിലെ 10:30 മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. ശേഷം ഉച്ചയ്ക്ക് 2:30 ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതി വെച്ചുകൊണ്ട് മേയർ തെരഞ്ഞെടുപ്പിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് കരുതുന്നു. ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. മുമ്പൊരു കാലത്തും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത കോഴിക്കോട്ടെ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ആ ചുമതല അതിൻ്റെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കോഴിക്കോട് നഗരത്തിൻ്റെ വികസനമാണല്ലോ ലക്ഷ്യം എല്ലാവരുടെയും, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു ക്ഷേമവും. അപ്പോൾ അത് മുൻനിർത്തി ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കോഴിക്കോടിന് അത് ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാവരും യോജിച്ച് നിൽക്കും എന്ന് കരുതുന്നു ഞാൻ. ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ കോഴിക്കോട് LDF ആണ് കുറേ കാലങ്ങളായി ഭരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ പോലും ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലേക്ക് കോഴിക്കോടിനെ മാറ്റിക്കൊണ്ടുവരാൻ കുറേ അടിത്തറ പാകിയ കുറേ പ്രവർത്തനങ്ങളുണ്ട്. അത് തന്നെ നല്ല രീതിയിൽ നടത്തുക, അതിനൊപ്പം കൂടുതൽ മികച്ച രീതിയിൽ കോഴിക്കോട് നയിക്കുക, അത് തന്നെയായിരിക്കില്ലേ ലക്ഷ്യം? തീർച്ചയായും. പറഞ്ഞ പോലെ നേരത്തെ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രയത്നം എന്ന് പറയുന്നത് ചെറുതല്ല. അന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമാണ് പ്രഥമമായ ലക്ഷ്യം. അത് നടപ്പിലാവുക എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ആവശ്യമാണ്. എന്നാൽ പുതിയതായ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായ പദ്ധതികൾ വേണ്ടതുണ്ട്. അതൊക്കെ തീർച്ചയായും ആലോചിച്ച് ഭാവി കോഴിക്കോട് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് തീർച്ചയായും മനസ്സിലുണ്ട്. അത് നമ്മുടെ കൗൺസിലിനെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഉണ്ടാവും എന്ന് തന്നെ കരുതുന്നു. 2 തവണ കൗൺസിലറായിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ ഈ മേയർ ആകും, കോഴിക്കോടിൻ്റെ നഗരപിതാവായി നയിക്കും എന്ന് കരുതിയിരുന്നോ? ഈ ഒരു പദവി എങ്ങനെയാണ് കാണുന്നത്? ആത്മാർത്ഥമായി പറയട്ടെ, ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എങ്ങനെയോ വന്നു ചേർന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാനൊക്കെ വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം ഉത്തരവാദിത്തത്തിൻ്റെ എത്രമാത്രം വലുതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രയാസമൊക്കെ എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം പാർട്ടിയുടേതുണ്ട്. അതിനെ ഞാൻ മുഖ്യമായി കാണുകയാണ്. അപ്പോൾ പാർട്ടി എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള എല്ലാ കഴിവും താങ്കളിലുണ്ട് എന്ന വ്യക്തമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അങ്ങനെ ഒരു തീരുമാനം. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കോഴിക്കോടിനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകും. എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നുന്നതല്ല. എനിക്ക് കഴിവുണ്ടെന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തിയ എൻ്റെ പാർട്ടി നേതൃത്വം പറയുന്നത് നിങ്ങൾക്കതിന് കഴിയും. അതുകൊണ്ട് തീർച്ചയായും പാർട്ടിക്ക് നല്ല വിശ്വാസമുണ്ട്, സദാശിവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ്. തീർച്ചയായും എനിക്ക് ആ ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം എന്നിൽ ദൃഢമായത് അതിനുശേഷമാണ്. നമ്മൾ നേരത്തെ ഈ മേയറെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ മനു ഒരു വാർത്ത പ്രത്യേകം കൊടുത്തിരുന്നു. അതായത് നല്ലൊരു കർഷകൻ കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേയറുടെ ഈ കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വീട്ടിലാണ്. പച്ചപ്പ് നിറഞ്ഞൊരു വീടാണ്. അപ്പം നല്ലൊരു കർഷകൻ കൂടിയാണ്. അപ്പോൾ കൃഷിക്ക് ഒരു പ്രത്യേക താല്പര്യം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പം തന്നെ കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് പ്രയോജനകരമായതുകൊണ്ട്. തീർച്ചയായും ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും എന്താണോ പട്ടണത്തിലെ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ കൂടുതൽ ആവശ്യമായി വരുന്നത് അത് ഏതെന്ന് മനസ്സിലാക്കി അത് നടപ്പിലാക്കാനൊരു ശ്രമം
എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കർഷകൻ എന്നുള്ള എനിക്ക് കൂടി ഉണ്ടാവും. നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, അതിനൊപ്പം തന്നെയാണ് ഈ കൃഷി മുൻപോട്ട് കൊണ്ടുപോയത്. ഇനി മേയർ ആവുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ആശങ്കയുണ്ടോ? എങ്ങനെയാണ്? ഉള്ള സങ്കടങ്ങളിൽ ഒന്നതാണ്. ഈ രംഗത്തേക്ക് പോകുന്ന നേരത്തെ ചെയ്തു വെച്ച ഞാൻ പ്രവർത്തിച്ചു പോകുന്നൊരു മേഖലയാണ്. ഇപ്പോൾ ചെടിയായാലും കൃഷിയായാലും അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായൊരു പ്രയാസവും വിഷമമുണ്ട്. എന്നാലും അതും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും അത് കൂടെ കൊണ്ടുപോകാം. അതില്ലെങ്കിൽ അല്ലേ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തിരുന്നതിന് സമയം കണ്ടെത്താനുള്ള ശ്രമം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും തടസ്സം വരാത്ത വിധത്തിൽ എല്ലാവരെയും ഒരുമിച്ച് BJP ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും മേയറുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തണം. കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനൊരു ശ്രമം തീർച്ചയായും മേയർ എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തും. അത് കോഴിക്കോടിന് വേണ്ടിയാണ്, കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ആശംസകളും. മനു, ആ രീതിയിൽ തന്നെയാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി നല്ല രീതിയിൽ കോഴിക്കോടിൻ്റെ സമഗ്രമായ മാറ്റം കൂടി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക എന്നതാണ് സദാശിവൻ പറയുന്നത്. ഇന്ന് 10:30 തെരഞ്ഞെടുപ്പ് നടക്കുക. അതിന് പിന്നാലെ ആണ് ഈ നഗരപിതാവായി മാറാൻ പോകുന്നത്.